ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. നീയല്ലോ എനിക്കു സഹായി, നീയൻ പക്ഷം മതി, നിന്റെ കൃപ മതി. നീയല്ലോ എനിക്കു സഹായി, നീയൻ പക്ഷം മതി, നിന്റെ കൃപ മതി. നീയല്ലോ എനിക്കു സഹായി. അൻപിനാൽ എന്നെ വീണ്ടുകൊള്ളുവാൻ തുമ്പങ്ങൾ സഹിച്ചല്ലോ. അൻപിനാൽ എന്നെ വീണ്ടുകൊള്ളുവാൻ തുമ്പങ്ങൾ സഹിച്ചല്ലോ. എന്നെയും ഇമ്പക്കാരാൻ ചേർക്കുവാനായി സ്വന്ത രക്തം ചിന്തി നീ. നീയല്ലോ എനിക്കു സഹായി, നീയൻ പക്ഷം മതി, നിന്റെ കൃപ മതി. നീയല്ലോ എനിക്കു സഹായി. നിന്നെ കണ്ട നാളതു മുതൽ ഇന്നീ ദിനം വരെയും, നിന്നെ കണ്ട നാളതു മുതൽ ഇന്നീ ദിനം വരെയും എനിക്കു നന്മയെന്നെ തിന്മയൊന്നും ചെയ്തതില്ല ചിന്തിക്കിൽ. നീയല്ലോ എനിക്കു സഹായി, നീയൻ പക്ഷം മതി, നിന്റെ കൃപ മതി. നീയല്ലോ എനിക്കു സഹായി, നീയൻ പക്ഷം മതി, നിന്റെ കൃപ മതി. നീയല്ലോ എനിക്കു സഹായി. ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൻ്റെ സ്നേഹവന്ദനം. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്ന മനോഹരമായ ഒരു ദിവസമാണിന്ന്. BC 1445 മിസ്രൈമിൽ വെച്ച് ഇസ്രായേൽ ജനമാണ് ആദ്യമായി പെസഹ ആഘോഷിച്ചത്. ആ ഇസ്രായേൽ ജനം ഫറവോൻ്റെ അടുപ്പത്തിലായിപ്പോയി. ഫറവോൻ സാത്താൻ്റെ പ്രതീകമാണ്. മിസ്രയീം സാത്താൻ്റെ അടിമത്തത്തെ കാണിക്കുന്നു. വാഗ്ദത്ത സന്തതിയായ ഇസ്രായേൽ അവർ ദൈവജനമാണ്. ദൈവം അവർക്ക് വസിക്കുവാൻ കൊടുത്തിരുന്ന സ്ഥലം വാഗ്ദത്ത കനാനാണ്.
എന്നാൽ എന്തുകൊണ്ട് ഇസ്രായേൽ ജനം മിസ്രൈമിലെത്തി? നിങ്ങൾക്കറിയാം, ജലപ്രളയമുണ്ടായതിനു ശേഷം പെട്ടകത്തിൽ കൂടെ രക്ഷപ്പെട്ട 8 പേര്, കൃപയുടെ പെട്ടകത്തിൽ രക്ഷപ്പെട്ട 8 പേര്, നോഹയും കുടുംബവും. ആ നോഹയുടെ മകനായ ഹാം, അവന് ശപിക്കപ്പെട്ടു. വിഷയമൊക്കെ നിങ്ങൾക്കറിയാം. അശുദ്ധി എന്ന വിഷയത്തിൽ ശപിക്കപ്പെട്ട ഹാമും ഹാമിൻ്റെ മക്കളും പാർക്കുന്ന സ്ഥലമാണ് മിസ്രയീം. അവിടെ എന്നും മ്ലേച്ഛതയാണ്, അവിടെ പാപത്തോടുള്ളതായ പറ്റുമാനമാണ്. ആ പാർക്കുന്ന മിസ്രയീമിൽ എന്തുകൊണ്ട് ഇസ്രായേൽ ജനം ഇവിടെ എത്തി? നിങ്ങൾക്കറിയാം, യാക്കോബിൻ്റെ മകനായ യൗസേപ്പ്, പാപം ചെയ്യയില്ല നിർബന്ധമുള്ളവനായ യൗസേപ്പ്, സഹോദരന്മാർ അസൂയയാൽ അവന് 20 വെള്ളിക്കാശിന് വിറ്റു മിഥ്യാന് കച്ചവടക്കാർക്ക്. അടിമയായി തീർന്ന യോസഫ് മിസ്രയീമിൽ അടിമയായി പാർക്കേണ്ടി വന്നു. എല്ലാം പാപത്തിൻ്റെ തിക്തഫലങ്ങളാണ്. ഇതൊക്കെ നാം ഇപ്പോൾ അതിനെ കേട്ടുകൊണ്ടിരിക്കൊണ്ട് ധ്യാനിക്കുന്നത് നല്ലതാണ്, ചിന്തിക്കുന്നത് നല്ലതാണ്. ജോസഫ് മിസ്രയീമിൽ അടിമത്തത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ യാക്കോബും കുടുംബവും മുഴുവനും മിസ്രയീമിലേക്ക് പോകേണ്ടി വന്നു. മിസ്രയീമിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഫറവോൻ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഓർത്തോണേ, പാപത്തിന് ചില ഊറിയ രസങ്ങളുണ്ട്. ഈ ലോകം നിങ്ങളെ ഓരോരുത്തരെയും ആട് വിളിക്കും, എന്നെയും വിളിക്കും. ചില നൈമിഷികമായ സുഖങ്ങൾ, ചില ലാഭങ്ങൾ, ഇത്തിരി സമ്പത്ത്, ചില നിസ്സാരങ്ങളായ കാര്യങ്ങളുടെ പേരിൽ അവൻ കൊടുക്കുന്നു. സന്തോഷത്തോടെ അവിടെ ചെന്ന് ജീവിക്കാൻ തുടങ്ങി. സത്യമാണ്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ, 430 വർഷം കഴിഞ്ഞപ്പോൾ ജീവിതം മാറി. ജീവിതം കയ്പായി. ഫറവോൻ ഇസ്രായേലത്തെ അടിമത്തത്തിലാക്കി. ദൈവത്തെ അറിയാത്ത, ദൈവഭയമില്ലാത്ത ഫറവോൻ അത് ചെയ്തതിനകത്ത് അതിശയമൊന്നുമില്ല. അടിമവേല നിമിത്തം ഇസ്രായേൽ ജനം നിലവിളിച്ചു. മറക്കരുത്, ഈ ഫറവോൻ, ഞാൻ ആദ്യം പറഞ്ഞു, അവൻ സാത്താൻ്റെ പ്രതീകമാണ്. അവനെ നശിപ്പിക്കാനേ ശ്രമിക്കൂ. അവൻ അറക്കുവാനും മുടിക്കുവാനും മോഷിക്കാനുള്ളവനാണ്. നീ അവൻ്റെ കഷത്തിൽ കൊണ്ട് നിന്റെ തല കൊടുത്തില്ലേ? എന്തിനാണ് കൊടുത്തനക്ക് അറിയാൻ പാടില്ലേ അവൻ ആരാണെന്ന്? അവൻ തകർക്കുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്. അറിയാൻ പാടില്ലേ? അതറിയേണ്ടവനല്ലേ ക്രിസ്ത്യാനി? അതറിയേണ്ടവനല്ലേ വിശ്വാസി? സാത്താൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. വചനമില്ലേ? നല്ലതറിയാറ്, ഒന്നും അറിയാറ് പാപത്തിൻ്റെ ഊറിയ രസത്തിന് വേണ്ടി പാപത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിലവിളിക്കേണ്ടി വന്നു. ആ ഇസ്രായേൽ ജനത്തിൻ്റെ ആൺമക്കളെ എല്ലാം ഫറവോൻ കൊല്ലിച്ചു. വിശദീകരിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. കുഞ്ഞുങ്ങളെല്ലാം കൊന്നു. ജനം നിലവിളിക്കാൻ തുടങ്ങി. വാഗ്ദത്ത സന്തതികളായ ഇസ്രായേൽ ജനം മിസ്രയീമിൽ വാവിട്ട് നിലവിളിച്ചു. അവരെ വിടുവിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരും അവരെ വിടുവിച്ചതുമില്ല. ഒരുവനെ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തു. ആ കർത്താവായ യേശു ക്രിസ്തു അവരെ വിടുവിക്കുന്നതായ മനോഹരമായ ദിവസമാണ് പെസഹ പെരുന്നാൾ. ജനത്തിന് നിലവിളി കേട്ടവനായ ദൈവം തൻ്റെ ജനം മിസ്രയീമിൽ പീഡിപ്പിക്കപ്പെടുന്നത് കണ്ട് വാവിട്ട് കരയുന്ന നിസ്സഹായരായ ജനത്തിന് നിലവിളി കേട്ട ദൈവം മോശയെയും അഹരോനെയും തക്ക സമയത്ത് വിളിച്ചു. ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. മോശയെയും അഹരോനെയും ഫറവോന്റെ അടുക്കിലേക്ക് അയച്ചു. അവരവിടെ ചെന്നിട്ട് പറഞ്ഞു, ഫറവോനോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തെ അറിയാത്ത ഫറവോൻ ഇതുവല്ലോ കേൾക്കുമോ? ജനത്തെ വിട്ടയച്ചില്ല. ദൈവം ആരാണ് എനിക്കറിയാമോ? ഞാൻ വിട്ടയക്കില്ല. ജനത്തെ വിട്ടയക്കാറ് വാശി പിടിച്ച് ഫറവോൻ നിൽക്കുകയാണ്. അങ്ങനെയാണല്ലോ. തന്മൂലം മിസ്രയീമിൽ 10 ബാധകൾ വരുത്തേണ്ടതായി വന്നു. 10 ബാധകൾ. ഫറവോൻ കുലുങ്ങിയില്ല. പാറ പോലെ കടത്തിയവൻ്റെ ഹൃദയം. മിസ്രയീം അങ്ങനെയാണല്ലോ. അനേകർക്ക് പാവബോധം ഇല്ലല്ലോ. ചടങ്ങുണ്ട്, ആചരണമുണ്ട്, കൂട്ടായ്മയുണ്ട്, പള്ളിയുണ്ട്, ആരാധനയുണ്ട്, പെരുന്നാളുണ്ട്, വെടികെട്ടുണ്ട്, തീർത്ഥയാത്രാ സംഘങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒറ്റ എണ്ണത്തിൻ്റെ ഹൃദയത്തിൽ ആർദ്രതയുണ്ടോ? മനസ്സലിവുണ്ടോ? ദൈവഭയമുണ്ടോ? ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ചലനമുണ്ടോ?
പാറ പോലെ കിടത്ത ജനം. അതുകൊണ്ടാണ് പഴയ കാലത്ത് പോലും ആവർത്തന പുസ്തകത്തിൽ പോലും നിത്യനായ ദൈവം ഇസ്രായേലിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രയർമ്മം പരിശോധന. ഏത് പഴയ നിയമത്തിലെ കാര്യമൊന്നുമല്ല, പഴയ നിയമത്തിലേ ഉണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ അഗ്രയർമ്മം പരിശോധന ചെയ്യുക. അതല്ലാതെ നിനക്ക് വീണ്ടെടുപ്പില്ല, നിനക്ക് മോചനമില്ല, സ്വാതന്ത്ര്യമില്ല. പ്രിയപ്പെട്ടവരെ, 9 പാറകൾ വരുത്തിയിട്ടും തകരാത്ത ഹൃദയവുമായി നിൽക്കുന്ന ഫറവോന്റെ മുമ്പിൽ 10ാമത്തെ പാറ ദൈവം വരുത്തി. കടിഞ്ഞൂലുകളുടെ സംഹാരം അവൻ കൊടുത്തത് തിരിച്ച് അവന് കിട്ടി. ഇസ്രായേൽ ജനത്തിൻ്റെ ആൺകുഞ്ഞുങ്ങളെ കൊന്ന ആ ഫറവോനും അവൻ്റെ രാജ്യത്തും കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള സർവ്വ ആദ്യജാതന്മാരെയും ദൈവം സ്വീകരിച്ചു. ഈ പെസഹ ദിവസം സ്തോത്രം ഇസ്രായേലും എന്ത് ചെയ്തു? ദൈവം കൽപ്പിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ ഒരു കാര്യം ചെയ്താൽ മതി. ലക്ഷക്കണക്കിന് പാളയങ്ങളുള്ള മിസ്രൈമിലെ ഇസ്രായേൽ ജനന്മാർ എന്താണ് ചെയ്യേണ്ടത്? പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യം. ആട്ടിൻകുട്ടിയെ ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാം. നിന്റെ പാളയത്തിൻ്റെ വാരുക്കൽ ഒരാട്ടിൻകുട്ടിയെ കെട്ടിയിടുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതായിരിക്കണം. സഹോദരാ, ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? ലോകത്തിൽ ബുദ്ധിശാലികളുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, വിദഗ്ധന്മാരുണ്ട്, IAS-കാരും IPS-കാരും ഉണ്ട്. ഊനമില്ലാത്ത കുഞ്ഞാട് ആരെ? എവിടെ? എല്ലാം ഒറ്റ സ്ഥലത്തേക്കേ വിരൽ ചൂണ്ടു, കർത്താവായ യേശു ക്രിസ്തു. ഊനമില്ലാത്ത കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു മാത്രം. 78-ാം സങ്കീർത്തനം 51-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട് അവിടെ എന്താണ് നടന്നത്. നമുക്ക് വായിച്ചു കേൾക്കാം. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമഫലത്തെയും സംഹരിച്ചു. ആരെ സംഹരിച്ചു? നിത്യനായ ദൈവം നിസ്സഹായരായി മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തിലായപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിച്ചു. അവരുടെ മക്കൾ കൊല്ലപ്പെടുന്നു. എല്ലാം പുറപ്പാട് പുസ്തകത്തിലൂടെ ഞാനത് വിവരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എന്നാൽ എന്താണ് നാം കണ്ടത്? അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരത്തിലുള്ളവരുടെ വീര്യത്തിൻ പ്രഥമഫലത്തെയും സംഹരിച്ചു. തിരിച്ചടി വരും മകനെ, തിരിഞ്ഞോ, വേഗം മനം തിരിഞ്ഞോ, ഇല്ലെങ്കിൽ തിരിച്ചടി വരും. ഊനമില്ലാത്ത കുഞ്ഞാട് ആരാണത്? ഞാൻ പറയും. അന്ന് ഇസ്രായേൽ ജനം ആഘോഷിച്ചതായ ആ പെസഹ പെരുന്നാളിൽ അവരുടെ പാളയത്തിൻ്റെ വാരുക്കൽ കെട്ടിയിട്ടിരുന്ന കുഞ്ഞാട് ഏതാണ്? പുതിയ നിയമത്തിൻ്റെ പൊരുള് കാണാം, പഴയ നിയമത്തിൽ അത് നിഴലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപ് യോർദാൻ നദിയുടെ കരയിൽ യോഹന്നാൻ സ്നാപകൻ നിൽക്കുമ്പോൾ ശാന്തഗംഭീരനായി നടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊടിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. സഹോദരാ, എൻ്റെയും നിൻ്റെയും ജീവിതപാറയിലേക്ക് ശാന്തനായി കടന്നു വരുന്ന ഈ കുഞ്ഞാടിനെ ഒന്നൊന്ന് കാണുമോ? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊടിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവനല്ലാതെ വേറെ ആരുമില്ല സഹോദരാ, സംശയിക്കണ്ട. വേറെ ആരുമില്ല. ഊനമില്ലാത്ത കുഞ്ഞാട് ഒന്നേ ഉള്ളൂ. അത് നീ സമ്പാദിച്ചിട്ടുണ്ടോ? ആ ജനം പെസഹ ആഘോഷിക്കുന്ന ഇസ്രായേൽ ജനം ആബിമാസം 10-ാം തീയതി പാളയത്തിൻ്റെ വാരുക്കൽ ഒരു കുഞ്ഞാടിനെ കെട്ടിയിടണം. 14-ാം തീയതി വരെയും ആ പാളയത്തിൻ്റെ വാരുക്കൽ ആ കുഞ്ഞാട് നിൽക്കും, കെട്ടപ്പെട്ട കുഞ്ഞാട് നിൽക്കും. മനോഹരമായ അനേക ആശയങ്ങളുണ്ട്. സഹോദര, കുഞ്ഞാട് നിന്റെ സ്വന്തമായോ? അങ്ങനെ കുഞ്ഞാട് നിനക്കുണ്ടോ? യേശു ക്രിസ്തു ഈ ഭവനത്തിൻ്റെ നാഥനെന്ന് എഴുതിയ പാട്ടക്കഷ്ണം മേടിച്ച് വീടിൻ്റെ വാരക്കൽ ആണിയടിച്ച് വെച്ചെന്നാൽ ആ ഭവനത്തിൻ്റെ നാഥൻ യേശു ക്രിസ്തു ആവുമോ? നീ എന്താ ധരിച്ചത്? നിന്റെ സ്റ്റാൻഡേർഡ് പോലും ദൈവത്തിന് നീ കൊടുത്തോ? ഇന്നും എല്ലാം ചെയ്തിട്ടൊന്നും കണ്ടില്ലാത്ത പോലെ ഇരുന്നു അല്ലേ? പ്രിയപ്പെട്ടവരെ, ഭയാനകമായ അവസ്ഥയിൽ ജനം തീർന്നിരിക്കുന്നു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയും, നമുക്കുള്ള മഹാപുരോഹിതൻ
നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. പ്രിയപ്പെട്ടവനെ, നീ പറയും, എൻ്റെ ഈ സാഹചര്യത്തിൽ എനിക്ക് പാപം കൂടാതെ ജീവിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. മകനെ, സഹോദര, നിന്നെപ്പോലെ തന്നെ ജഡശരീരമെടുത്ത് ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യനായി 33 വയസ്സ് വരെ ജീവിച്ചവനായ കർത്താവായ യേശു ക്രിസ്തു പാപമൊഴികെ സർവത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അവനറിയാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? അവനറിയാത്ത ഏതെങ്കിലും പരീക്ഷകളുണ്ടോ? എല്ലാം അവൻ അറിയുന്നില്ലേ? എല്ലാം അവൻ അറിയരുതോ? അവനാണ് നിന്റെ ഹൃദയത്തിൻ്റെ വാർക്കിൽ നിന്ന് മുട്ടുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു? പരസ്യമായി ലോകത്തോട് പരസ്യ സൂക്ഷാതാളിൽ കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പാപത്തെ വെല്ലുവിളിച്ചവൻ, സകല പരീക്ഷകളെ അതിജീവിച്ചവൻ, ഞാനും നിങ്ങൾ ജീവിക്കുന്നതായ ഇതേ ഭൂമിയിൽ സകല പരീക്ഷകളെ ഏറ്റുകൊണ്ട് ജീവിച്ചവൻ, അവൻ പരസ്യമായ ലോകത്തോട് വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? സഹോദരാ, നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ മക്കളുടെ മുമ്പിൽ, നിന്റെ കുടുംബത്തിൻ്റെ മുമ്പിലെങ്കിലും പ്രാഗൽഭ്യം നിൽക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? ആ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യം നിനക്കുണ്ടോ? അതിപ്പോൾ പ്രാപിക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ആ പെസഹ കുഞ്ഞാടിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6-ാം വാക്യം, പുറപ്പാട് 12:6. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഈ മാസം 14-ാം തീയതി പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം, 10-ാം തീയതി മുതൽ 14-ാം തീയതി വരെയും അവന്റെ പാളയത്തിന്റെ വാറുകൾ കെട്ടപ്പെട്ടവനായ ആട്ടിൻകുട്ടി. സഹോദര, നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ നിനക്ക് കർത്താവായ യേശു ക്രിസ്തു എന്ന ആട്ടിൻകുട്ടി ഉണ്ടോ? അവൻ നിന്റെ പാളയത്തിന്റെ വാറുകൾ കെട്ടപ്പെട്ടവനായി നിൽക്കുന്നുണ്ടോ? നിനക്ക് സ്വന്തമായി അവനുണ്ടോ? സ്നേഹത്തിന്റെ ചരട് കൊണ്ട് നീ അവനോട് നിന്നെ ചേർത്ത് ബന്ധിച്ചിട്ടുണ്ടോ? തിരിച്ചറിയണേ, പെസഹ ആഘോഷിക്കണമെങ്കിൽ, പെസഹ പെരുന്നാളിന്റെ സ്വാതന്ത്ര്യം നിനക്ക് അനുഭവമാകണമെങ്കിൽ നിന്റെ പാളയത്തിന്റെ വാരുക്കൽ പെസഹ കുഞ്ഞാട് കെട്ടപ്പെട്ടിരിക്കണം. ലക്ഷക്കണക്കിന് പാളയങ്ങൾ മിസ്രൈമിൽ ഇസ്രായേൽ ജനത്തിനുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രയോഗം നിങ്ങൾ കണ്ടോ? എവിടെ വായിച്ചാലും കാണാം ആട്ടിൻകുട്ടി, ആട്ടിൻകുട്ടി, പെസഹ കുഞ്ഞാട്. ലക്ഷക്കണക്കിന് ഇസ്രായേൽ പാളയങ്ങളിൽ പെസഹ ആഘോഷിച്ചു. ഉപയോഗിക്കുന്ന വാക്ക് പെസഹ കുഞ്ഞാട്. സഹോദര, നിനക്ക് സ്വാതന്ത്ര്യം തന്ന കർത്താവ്, നിനക്ക് വീണ്ടെടുപ്പ് തന്ന കർത്താവ്, പാപങ്ങൾ നമ്മുടെ വിവച്ചനായതേ കർത്താവ്, സകലമാന പേർക്കും ജയം കൊടുക്കുവാൻ കെട്ടപ്പെട്ടവനായി നിൽക്കുന്നു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പെസഹ ഇല്ല, സ്വാതന്ത്ര്യമില്ല, പാസ് ഓവർ ഇല്ല, കടന്നുപോക്കില്ല. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ ഒറ്റയ്ക്കൊരു മാർഗമേ ഉള്ളൂ: പെസഹ കുഞ്ഞാടിന്റെ രക്തം. പെസഹ കുഞ്ഞാടിന്റെ രക്തം അന്ന് സന്ധ്യാസമയത്ത് അറക്കണം. അറക്കല്ലേ? നിന്റെ അടിമത്തിൽ നിന്ന് ഒടിവിക്കാൻ പെസഹ കുഞ്ഞാട് കരഞ്ഞു, പെസഹ കുഞ്ഞാട് പിടച്ചു, പെസഹ കുഞ്ഞാടിന്റെ ചോര ഒഴുകി. മറക്കല്ലേ? കൊരിന്ത്യർ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അസന്നിഗ്ധമായി പറയും, നമ്മുടെ പെസഹ കുഞ്ഞാട് മറക്കപ്പെട്ടു, ക്രിസ്തു തന്നെ. സ്തോത്രം. ദൈവജനമേ, 1500 വർഷങ്ങൾക്ക് ശേഷം പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടു. പൊരുളായ പെസഹ കുഞ്ഞാട് ഇറക്കപ്പെട്ടു. ഗോകുൽത്തായിലമരെക്കുറിച്ച് അവൻ പിടച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് നിലവിളിച്ചു. സഹോദര, ആ കണ്ണുനീരിൻ്റെ ഫലമാണ് നീ. ആ കണ്ണുനീരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ് നീ. നന്ദിയുണ്ടോ സഹോദര നിനക്ക്? സ്തോത്രം. ശാന്തമാനങ്ങൾ ചിന്തിക്കണമേ. നാം വായിക്കുന്നു ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ മോശെ ഇപ്രകാരം പറയും. ആവർത്തനം 4:20, നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശജനമായിരിക്കേണ്ടതിന് യഹോവ തിരഞ്ഞെടുത്തു.
നിങ്ങളെ മിസ്രയീം എന്ന ഇരുമ്പൊലയിൽ നിന്നും പുറപ്പെടുവിച്ചു യഹോവ കൊണ്ടുവന്നിരിക്കുന്നു. തന്റെ ജനത്തെ മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് പുറപ്പെടുവിച്ചു. എങ്ങനെ? എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ സഹോദര, ആത്മഹത്യയുടെ വക്കീൽ നിന്ന് നിൽക്കുന്നത് ദൈവവേദനയെ ശാന്തമായി ചിന്തിച്ചോ. മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് വിടുവിപ്പാൻ ഒരുവനേ കഴിയും, ഒരു കർത്താവായ യേശു ക്രിസ്തുവിനാണ്. വളരെ വ്യക്തമായി ഇസ്രായേൽ ജനത്തോടെ മോശ പറഞ്ഞു. 130 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയും. 130:8, അവൻ ഇസ്രായേലിനെ അവന്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് അവരുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. സ്തോത്രം. ഞാൻ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഇന്ന് അലയുന്ന ഭവനങ്ങൾ, തകരുന്ന കുടുംബങ്ങൾ, സമാധാനമില്ലാതെ ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന അനേക കുടുംബങ്ങൾ, ക്രിസ്തീയ ഭവനങ്ങളുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. പരിഹാരമില്ലാതെ അലയുന്ന കുടുംബങ്ങൾ. എന്നാൽ എന്താണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്? യഹോവ ഇസ്രായേലിനെ അവരുടെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ കർത്താവായ യേശുവിന് കഴിയും. അവൻ്റെ തിരുരക്തത്തിന് കഴിയും. വളരെ വ്യക്തമല്ലേ? അവൻ്റെ തിരുമാർവിൽ ചാരി അവൻ്റെ സ്നേഹം അനുഭവിച്ചവനായ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞു. 1 യോഹന്നാൻ 1:7, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. അതത്രേ പെസഹ. ആഘോഷിച്ചോ? ആചരിച്ചോ? കുടുംബമായി സന്തോഷം അനുഭവിച്ചോ? ഈ പെസഹ കുഞ്ഞാടിൻ്റെ ഭക്ഷണം നീ കഴിച്ചോ? സ്തോത്രം. നമുക്ക് വീണ്ടും വായിക്കാം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ഇപ്രകാരം പറയും. 37:23, അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. എന്താണ് കേട്ടത്? നിത്യനായ ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞു, ഈ ജനത്തിന് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നത്? പാപികളായി തീർന്ന ഇസ്രായേലിനെ അവരുടെ വാസസ്ഥലങ്ങളിൽ ഞാൻ രക്ഷിച്ച് ശുദ്ധീകരിക്കും. വേറെ ആരാലും സാധ്യമല്ല സഹോദര. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് അവൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം തിരിച്ചറിയുക മാത്രമാണ് ചെയ്യേണ്ടത്. എബ്രായ ലേഖനം 13-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും. യേശു സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. പാളയത്തിൻ്റെ വാതിൽക്കൽ വെച്ച്, ഇസ്രായേൽ ജനത്തിൻ്റെ പാളയത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അറക്കപ്പെട്ട കുഞ്ഞാട്. ഏതാണത്? അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. യേശു സ്വന്തം രക്തത്താൽ ജനത്തെ ശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ഗോഗുൽത്താ മലമേൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവൻ, സർവജ്ഞനും സർവജ്ഞാനിയും സർവശക്തനുമായ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ നിലവിളിച്ചു, ക്രൂശിൽ കിടന്ന് പടച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്താ എന്ന് നിലവിളിക്കുന്ന കുഞ്ഞാടിൻ്റെ ശബ്ദം നിന്റെ ഹൃദയത്തിലാണ് ഇപ്പോൾ പതിയേണ്ടത്. ആ ശബ്ദത്തിൻ്റെ ഹൃദയത്തിൻ്റെ അഗ്രയർമ്മമാണ് പരിച്ഛേദന ചെയ്യേണ്ടത്. സഹോദര, അതല്ലാതെ വേറെ പെസഹ ആഘോഷിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയും, യേശു ക്രിസ്തു ജനനത്തിന് 780 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളിച്ച 53-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ അവൻ്റെ മുൻപാകെ കയ്യം കെട്ടി നിന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിന് 780 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാവ് ധ്യാനിച്ചു. യെശയ്യാവിനോട് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അവൻ വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായെ തുറക്കാതെ ഇരുന്നു. എന്തിനു വേണ്ടി? ഇന്ന് പാപം വെളിപ്പെടുത്താൻ മനസ്സില്ലാതെ വായെ തുറക്കാതിരിക്കുന്ന സഹോദര, നിനക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മൗനമായിരുന്നു. അന്ന് നിന്നു. അവനെല്ലാം സഹിച്ചു. പത്രോസി എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങളുടെ അപ്പോസ്തലനായ പത്രോസ് ഇക്കാര്യം പറയും. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന്
നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിച്ചു പോയ കാലങ്ങൾ, പാപത്തിൻ്റെ മട്ടൂറ്റി കുടിച്ചുകൊണ്ട് ജീവിച്ചു പോയ കാലങ്ങൾ, ആരും പറഞ്ഞു തന്നില്ലല്ലോ. ഇത് പാപത്തിൻ്റെ വഴിയാണ്, ഇത് വിട്ടുതരികണമെന്ന് ആരെങ്കിലും പറഞ്ഞോന്നോ? ഇല്ലല്ലോ. വ്യർത്ഥവും പിതൃപാരപര്യമായ നടപ്പിൽ നിന്ന് ഇന്ന് നടക്കുകയല്ലേ? ഇന്നും മനുഷ്യൻ അലഞ്ഞും വലഞ്ഞും നടക്കുകയില്ലേ? ഉണ്മയായ സത്യം കണ്ടെത്താറ്, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാറ്, പാപത്തിന് മേൽ ജയം അനുഭവിക്കാറ്, സാക്ഷാൽ പെസഹ അനുഭവിക്കാറ്, വെറും ചടങ്ങുകളും ആചരണങ്ങളും അനുഷ്ഠിച്ചു നിൽക്കുകയല്ലേ? പാപബോധം കണിയ പോലുമില്ലാതെ എന്തെങ്കിലുമൊക്കെ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞു വന്ന ഭാവത്തിൽ ചെന്ന് വാപൊളിച്ച് നീ മേടിക്കുന്നത് അത് രക്ഷയ്ക്കും പുണ്യത്തിനും അല്ലാതെ ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമാണെന്ന് തിരിച്ചറിയാൻ നിനക്ക് മനസ്സുണ്ടോ? എന്നാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന്, എൻ്റെ കഴിഞ്ഞ കാലത്തെ വ്യർത്ഥമായ ജീവിതത്തിൽ നിന്ന് സാത്താൻ അവകാശം പറയുന്ന ഫറവോന്റെ അടിമത്തത്തിലായി പോയത് എന്നെ വിടുവിക്കാൻ നിന്റെ ഈ സൂത്രങ്ങൾ കഴിയുമോ? നിന്റെ ഈ പെരുന്നാളാഘോഷങ്ങൾ കഴിയുമോ? നിന്റെ ഈ ചടങ്ങുകൾക്ക് കഴിയുമോ? എന്തെങ്കിലും ചെയ്താൽ കഴിയുമോ? നീ മെഴുകുതിരി എത്തിച്ചാൽ കഴിയുമോ? തീരുമോ? ഇല്ല സഹോദര. വ്യർത്ഥവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. ആ രക്തം പെസഹാഘോഷിക്കുന്ന ആ ദിവസം സന്ധ്യാസമയത്ത് അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം നിന്റെ വീടിൻ്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും പരട്ടി എല്ലാറ് സൗഹാർദ്ദവും നിനക്ക് രക്ഷയില്ല. വേറൊരു മാർഗവുമില്ല. നിന്റെ പണം കാണിച്ചാൽ, നിന്റെ സാമർഥ്യം കാണിച്ചാൽ, നിന്റെ പദവി കാണിച്ചാൽ, ഒന്ന് കാണിച്ചാലും മാർഗമില്ല. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, നിർദോഷ രക്തം, പാവമില്ലാത്ത രക്തം സമ്പാദിച്ചോ സഹോദര? തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തീമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. സഹോദര, അത് ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം നിനക്കറിയാം. നീ ക്രിസ്തു എന്ന അതിർദോഷ രക്തത്തിൻ്റെ അടുക്കൽ വന്നിരുന്നാൽ നിനക്ക് പാപബോധം കിട്ടും. നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഓരോന്നും നിനക്ക് ബോധ്യം കിട്ടും. നിനക്ക് പാപബോധം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ? നിന്റെ പാപങ്ങൾ നിനക്ക് ഓർപ്പിച്ചരുത് എന്തിനാണെന്ന് അറിയാമോ? നീ അതറിയണം. എല്ലാവർക്കും വേണ്ടി മറുപലിയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. സഹോദര, ദൈവത്തെ അറിയാറ് നീ പാപത്തെ സ്നേഹിച്ച് പാപത്തിൻ്റെ മട്ടൂറ്റി കുടിച്ചുകൊണ്ട് നീ ഈ ഭൂമിയിലൂടെ നടന്നപ്പോൾ നിന്നെ സ്നേഹിച്ചവനായ ദൈവം, നിനക്ക് വേണ്ടി കരുതിയവനായ ദൈവം നിന്റെ പാപങ്ങളെ മുഴുവനെയും ഏറ്റു. നിന്റെ സകല പാപങ്ങളെയും വഹിച്ചു. നിന്റെ പ്രിയപ്പെട്ടവരുടെ പാപത്തെ വഹിച്ചു. ഈ ലോകത്തിന് മുഴുവൻ്റെയും പാപത്തെ വഹിച്ചു. അവൻ ക്രൂശിന്മേൽ പിടഞ്ഞു മരിച്ചു. സഹോദര, ആ നന്ദി എൻ്റെ ഹൃദയത്തിലുണ്ടോ? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിന്നെ വിടുവിക്കുന്ന രക്തം, നിന്നെ ശുദ്ധീകരിക്കുന്ന രക്തം, നിനക്ക് വേണ്ടി ദൈവം ഒരിക്കലും സ്വർഗത്തെ നിന്നെ കൊണ്ട് എത്തിക്കുന്ന രക്തം. ആ രക്തത്തിനോട് ഗുണകരമായി സംസാരിക്കുന്നു. നിനക്കിത് കാണാൻ കഴിയുന്നുണ്ടോ? ആ പെസഹായ്ക്ക് സന്തോഷത്തോടെ ആ പെസഹ ആഘോഷിക്കുവാൻ, കടന്നു പോകുവാൻ, സാത്താൻ്റെ അടിമത്തം വിട്ടു പോകുവാൻ, രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടക്കുവാൻ അവൻ നിന്നെ വിളിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ, തലകളെ ഉണക്കാൻ, നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസം കർത്താവേ, സാത്താൻ്റെ അടിമത്തം വിട്ട് പാപത്തിൻ്റെ ബന്ധനങ്ങൾ വിട്ട് സ്വതന്ത്രരായി കടന്നു പോകുന്ന മനോഹരമായ അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഇത് ഞങ്ങളുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തീരണമേ. അനുഗ്രഹത്തിനാക്കി തീർക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളെ എത്തിക്കണമേ. അതിനായി ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണമേ. സമർപ്പിച്ച ദൈവമക്കളുമേ തൃക്കരം വയ്ക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരും ഒരുക്കണമേ. മാനവ മുഖത്തോട് എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.